പോലീസ് സേനയിൽ നിന്ന് സീനിയർ CPO ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ മിഥില ബാലൻ നൽകും. കോഴിക്കോട് നിന്ന് ഇത്തരമൊരു നടപടി ഉമേഷ് വള്ളിക്കുന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഈ പോലീസ് സേനയുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ പല പുഴുക്കുത്തുകളും പുറത്തു കൊണ്ടുവന്നത് ഉമേഷ് വള്ളിക്കുന്നാണ്. മാത്രമല്ല പല കാര്യങ്ങളിലുമുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ എന്ന നിലയിലാണ് കോടതി വെറുതെ വിട്ട കേസിലടക്കം, നിരപരാധി എന്ന് കണ്ട് വെറുതെ വിട്ട കേസിലടക്കം ആ വിഷയത്തിൽ പ്രതികരിച്ചതുൾപ്പെടെ അദ്ദേഹത്തിന് കുരുക്കായിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് മിഥില? ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നടപടി ഉമേഷ് പ്രതീക്ഷിച്ചതാണ്. കാരണം നേരത്തെ തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട താൽക്കാലികമായി ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കാരണം കാണിക്കൽ നോട്ടീസിന് ഉമേഷ് വള്ളിക്കുന്ന് മറുപടി നൽകിയതുമാണ്. ഈ കാരണം കാണിക്കൽ നോട്ടീസ് തൃപ്തികരമല്ല. ഉമേഷ് നൽകിയിരുന്ന മറുപടി എന്നത് തൻ്റെ ഭാഗത്ത് തെറ്റിട്ടുണ്ടായിട്ടില്ല. പോലീസ് സേനയിലെ ഇത്തരം കൊള്ളരുതായ്മകളെ അല്ലെങ്കിൽ വീഴ്ചകളെ തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്തത് എന്നായിരുന്നു ഉമേഷ് വള്ളിക്കുന്ന് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ മറുപടി തൃപ്തികരമല്ല. ഇതിനെ തുടർന്നാണ് നേരത്തെ എടുത്ത താൽക്കാലിക തീരുമാനം, അതായത് പിരിച്ചുവിടാനെടുത്ത താൽക്കാലിക തീരുമാനം സ്ഥിരപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പത്തനംതിട്ട പോലീസ് മേധാവി ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമകൾ നിറവേറ്റുന്നതിൽ ഉമേഷ് വള്ളിക്കുന്ന് പരാജയപ്പെട്ടു. മാത്രമല്ല ഗുരുതരമായ അച്ചടക്ക ലംഘനം, കൃത്യവിലോപം, പെരുമാറ്റ ദൂഷ്യം, സേനയുടെയും സർക്കാരിനെയും അന്തസ്സ് കളങ്കമുണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരം പ്രശ്നങ്ങൾ ഉള്ള ഒരു പോലീസുകാരൻ സേനയിൽ തുടർന്നാൽ അത് മറ്റ് പോലീസുകാരുടെ മനോവീര്യം കെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ പിരിച്ചുവിടുന്നു എന്നാണ് ഈ ഒരു ഉത്തരവിലുള്ളത്. സീനിയർ CPO ഉമേഷ് വള്ളിക്കുന്നിനെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തി എന്നാരോപിച്ചാണ് ഇപ്പോൾ ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിടുന്നതിനുള്ള ഉത്തരവ് പോലീസ് സേനയുടെ തലപ്പത്തു നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന് മിഥില ബാലൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.